ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖവും സമാധാനമുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് മനസ്സാൽ ആഗ്രഹിക്കുന്നു. ലോകം മുഴുവൻ സമാധാനം പുലരട്ടെ. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം ശബരിമല വിമാനത്താവളത്തെക്കുറിച്ചാണ്. ശബരിമല എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും ഏറ്റവും കൂടുതൽ വരുമാനമുള്ളതുമായ ക്ഷേത്രങ്ങളാണ്. അത് എന്ന് പറയുന്നത് മഹാവിഷ്ണു മോഹിനി രൂപം കൊണ്ട് ശിവനുമായിട്ടുള്ള സംഗമത്തിൽ ഉണ്ടാകുന്ന പുത്രൻ പന്തള രാജാവ് എടുത്തു വളർത്തുന്നതാണ്. അയ്യപ്പന്റെ ജനനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മഹിഷാസുരൻ എന്ന് പറയുന്ന രാക്ഷസന്റെ വധത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ സഹോദരിയായ മഹർഷി ദേവലോകത്തും എല്ലാ ലോകങ്ങളിലും അതിഭീകരമായ വിധത്തിൽ സംഘർഷം ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. അവരെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അയ്യപ്പന്റെ ജനനം. അങ്ങനെ പന്തള രാജകുടുംബത്തിൽ വന്ന് അവിടെ നിന്ന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി, തൻ്റെ കർമ്മം നിർവഹിക്കാൻ വേണ്ടി മഹർഷിയെ വധിക്കുകയും ജനങ്ങൾക്ക് സ്വൈര ജീവിതം പ്രദാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം അയ്യപ്പൻ ദേവലോകത്തിലേക്ക് മടങ്ങുന്നു. ആ മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പന്തള രാജകുടുംബം പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ വിമാനത്താവളം പറയാൻ നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒരു വിമാനത്താവളം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് അത്യാവശ്യമാണ്. രാജ്യത്തിൻ്റെ ഐക്യത്തിനും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും എല്ലാത്തിനും വിമാനത്താവളം അത്യാവശ്യമാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ വിമാനത്താവളം വരുമ്പോൾ അതിൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരം 3.5 ലക്ഷത്തിൽ പരം മരങ്ങൾ മുറിച്ചു നീക്കപ്പെടും. അതുപോലെ തന്നെ ഒരുപാട് വീടുകൾ അവിടുന്ന് മാറ്റപ്പെടണം. ഒരുപാട് ആരാധനാലയങ്ങൾ അവിടുന്ന് നീക്കം ചെയ്യണം. ഇതിലേറ്റവും പ്രതിഷേധാർഹമായ കാര്യം 3.5 ലക്ഷത്തിൽ പരം വനങ്ങൾ മുറിച്ചു മാറ്റപ്പെടണമെന്നാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഇന്ന് വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാണ്. ഓരോ വർഷവും വന്യമൃഗങ്ങളാൽ ഒരുപാട് ജനങ്ങളാണ് കൊല്ലപ്പെടുന്നത്. അങ്ങനെ ഈ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളിൽ ഈ വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ ആ വന്യമൃഗങ്ങളുടെ വാസം അവസാനിപ്പിച്ച് അവിടുന്ന് മാറിപ്പോകുകയും തീർച്ചയായും വീണ്ടും ജനവാസ മേഖലയിൽ എത്തുകയും ജനങ്ങൾക്ക് സ്വൈര ജീവിതം നയിക്കാനുള്ള സ്വൈര ജീവിതം നയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. പരമ്പരാഗത സങ്കല്പം അനുസരിച്ച് അയ്യപ്പനെ ദർശിക്കുക എന്ന് പറഞ്ഞത് നഗ്നപാതരായി വ്രതമെടുത്ത് കല്ലും മുള്ളും ചവിട്ടി ത്യാഗങ്ങൾ സഹിച്ചിട്ട് വേണം അയ്യപ്പനെ കാണാൻ പോകുന്നത്. ആ ഒരു സങ്കല്പത്തെ ഇത് ഒരു പക്ഷേ മാറ്റിമറിക്കപ്പെടാം. അങ്ങനെ വരുമ്പോൾ ഈ 3.5 ലക്ഷത്തിൽ വരുന്ന മരങ്ങൾ മുറിച്ച് മാറ്റപ്പെടുമ്പോൾ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രം നശിക്കുകയും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിരൂക്ഷമാണ്. നമുക്കറിയാം, ലോകം മുഴുവനും കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ഒരുപാട് കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിപ്പുകളർന്നു. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾ അതിരൂക്ഷമായ രീതിയിൽ കാലാവസ്ഥ വ്യതിയാനം തരണം ചെയ്യാനുള്ള മാർഗങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആണ്
ഇവിടെ 3.5 ലക്ഷത്തിൽ പരം മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നത്. ഇതിന്റെ പിന്നിൽ വരുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന മരങ്ങളിൽ വിറ്റ് കിട്ടുന്ന പൈസ ആണ് എല്ലാവരുടെയും ലക്ഷ്യം. ഇത് വന്നു കഴിഞ്ഞാൽ, ഈ വിമാനത്താവളം നിലവിൽ വന്നു കഴിഞ്ഞാൽ, വിമാനങ്ങൾ വട്ടമിട്ട് പറക്കുമ്പോൾ അതിൻ്റെ രൂക്ഷമായ ശബ്ദം ഒരുപാട് കിലോമീറ്ററുകൾ വനത്തിനുള്ളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയും അവിടെയുള്ള വന്യമൃഗങ്ങൾ വീണ്ടും അവിടെ നിന്ന് വാസസ്ഥലം വിട്ട് ജനവാസ മേഖലയിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് അത്യന്തം പ്രതിഷേധാത്മകമായ ഒരു സംരംഭമാണ്. എല്ലാവരും ഇതിനെ പ്രതിഷേധിക്കുക. വരും തലമുറയ്ക്ക് വേണ്ടി എല്ലാവരും